Take your textbook. And first one, arm. അല്ലേ? ആമിന്റെ പിക്ചർ ആണ് അവിടെ തന്നിരിക്കുന്നത്. ആമിന്റെ പിക്ചർ ആണ്. അപ്പൊ അവിടെ ഡാഷ് ഇട്ടേക്കുന്നത്. അവിടെ അല്ല ഒന്നും എഴുതിയിട്ടില്ല. അതിപ്പോ നമ്മൾ അവിടെ ആം എന്ന് എഴുതണം. ആം. നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ? ഫയറാ കാണിക്കുന്നത് അല്ലെ? ഫയർ. എന്താ ഫയർ എന്ന് പറഞ്ഞാല് തീ അല്ലെ? അതിനെന്താ പറയാ? ആഗ്. ആഗ് എങ്ങനെ എഴുതുക? ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ്. ആഗ്. നെക്സ്റ്റ് ഊൻ. എന്താ? വൂൾ. വൂൾ. വൂളിനാണ് ഊൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താ? ഖർ. ഖർ, റൈറ്റ്. നെക്സ്റ്റ് ബസ്. നെക്സ്റ്റ് ഫൽ. ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു? ആം, ആഗ്, ഊൻ, ഖർ, ഫൽ. ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ? അതിന്റെ താഴെ നോക്കിയേ, ഖാലി സ്ഥാൻ കരോ. എന്താ പറയുന്നേ? കാലിയായ സ്ഥലത്ത് നിറയ്ക്കുക എന്നാ പറയുന്നത്. എന്താ അവിടെ? fill in the blanks. അവിടെ വിട്ടുപോയ വേർഡ്സ് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് മാ ഡാഷ് ഈർന്നാ കൊടുത്തിരിക്കുന്നത്. എന്താ അവിടെ വരുക? മട്ടർ. ടാ എഴുതണം. മട്ടർ. ടാ. മഡർ മീൻസ് പി. നെക്സ്റ്റ് സ ഡാഷ് കാന്ന് കൊടുത്തിട്ടുണ്ട്. എന്നെ എഴുതുക മിൻഹാജെ? സ ഡാഷ് ക. എന്താ? സടക്ക്. ഡാ എഴുതണം അവിടെ അല്ലെ? നെക്സ്റ്റ് ഡ. മൂന്നാമത്തെ ഡായാണ്. ഡ. നെക്സ്റ്റ് മഹ ഡാഷ്. എന്താ വരുക? ആൻസർ. ആൻസൺ. മഹ കഴിഞ്ഞിട്ട് ഒരു അക്ഷരം വരുന്ന ഏതായിരുന്നു? മഹൽ അല്ലേ? ഇൽ എഴുതിക്കോ അവിടെ. ഇൽ. മഹൽ. നെക്സ്റ്റ് മഗർ. ഓക്കെ. മഗർ. മഗർ. ഷിഹാസ്. നെക്സ്റ്റ് എന്താ വരുന്ന മോനെ? മദർ കഴിഞ്ഞിട്ട് ഷഹ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഷഹ. എന്താ? ഷഹ കഴിഞ്ഞിട്ട് ഏതക്ഷരം വരും അവിടെ? നമ്മൾ കുറെ വേർഡ്സ് ഇപ്പറ പരിചയപ്പെട്ടു. ഷഹ കഴിഞ്ഞിട്ട് എന്താ വരിക? ഷിഹാസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഋഷികേഷ്. മോനെ ഋഷികേഷ്. ഓക്കെ. ഷഹാന്ന് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം എന്താ എഴുതും നമ്മളിവിടെ? ഏത് വേർഡാ അത്? ഷഹർ അല്ലേ? ഷഹർ, പട്ടണം. നെക്സ്റ്റ് എന്താ വരും അവിടെ? നമ്മൾ കൊറേ വാക്കുകൾ പഠിച്ചില്ലേ ഇപ്പുറത്ത്? ഇർന്നാണോ വരേണ്ടത് അവിടെ? ഇന്ന വരേണ്ടത് അവിടെ. ഇന്ന് എഴുതിക്കോ. ഇവിടെ നമൻ, നയൻ എന്നൊക്കെ ഉള്ള വേർഡ് ഇവിടെ ഉണ്ടല്ലേ ഈ ബോക്സിനകത്ത്. നിങ്ങള് പരിചയമുള്ള വേർഡ് ഇവിടെ നഹർന്നുണ്ട്. ഓക്കെ, നഹർന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. മിസ് കണ്ടില്ല അത്. നഹർ. ഈ ബോക്സിനകത്തുള്ള വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
നഹർ, നയൻ, നമൻ, ഇങ്ങനെയൊക്കെ വേർഡ്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാക്കിയുള്ള നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഇവിടെ ക്ലാസ് വർക്ക് കിട്ടോ, ആഫ്റ്റർനൂൺ ക്ലാസ് വർക്ക്, ഇവിടെ ഹോംവർക്ക്, ആഫ്റ്റർനൂൺ ഹോംവർക്ക്. 6 വേർഡ്സ് മിസ് ഹെൽപ്പ് ചെയ്തു, ബാക്കി 6 വേർഡ്സ് നിങ്ങൾ ചെയ്യണം. ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ചെയ്യണം. എന്റെ താഴത്ത് നോക്കിയേ, ശബ്ദ ലിഖോ, എന്താ റൈറ്റ് വേർഡ്സ്, എന്താ ശബ്ദം എഴുതാനാ പറഞ്ഞത്, ലിഖോ പറഞ്ഞ എഴുതുവിൻ. ശബ്ദം മീൻസ് വേർഡ്, വേർഡ്സ്. ഇവിടെ നോക്കി എക്സാമ്പിൾ തന്നത് കമൽ, കലം അല്ലെ, 2 വേർഡ്സ് തന്നിട്ടുണ്ട്. കലം തന്നിട്ടുണ്ട്, കമൽ തന്നിട്ടുണ്ട്. കാ ചേർത്തിട്ട് 2 വേർഡ്സ്. അടുത്ത ദിവസം നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ടാവും കേട്ടോ. വേർഡ്സ് തന്നിട്ട്, സോറി അക്ഷരം തന്നിട്ട് വേർഡ്സ് എഴുതാൻ വേണ്ടിട്ട്. അതുപോലെ ഇത് നമ്മുടെ ഡിക്റ്റേഷൻ ഇട്ടോ, മട്ടർ, പീസ് എന്നൊക്കെ ഇതൊക്കെ ഇട്ടോ, കലം, കമൽ ഇട്ടോ ജുവല്? ഇട്ടില്ല. ഇത് കണ്ടോ, അവിടെ അടയാളപ്പെടുത്തിക്കോ, ST ഉണ്ടാവും ഇത്. നെക്സ്റ്റ് വെനസ്ഡേ ST ഓർ ഡിക്റ്റേഷൻ എന്തെങ്കിലും എഴുതിക്കോ. ST മീൻസ് സ്ലിപ്പ് ടെസ്റ്റ് എന്നാണ്. ഡിക്റ്റേഷനോ ST എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഈ 1 2 3 4 5 6 വേർഡ്സ് ഉണ്ടാവും. ST ഇടും. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് പഠിക്കണം. ഓക്കെ. പിന്നെ ഇടുന്നത് ഈ അക്ഷരങ്ങൾ ചേർത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കാൻ, ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ. ഏതൊക്കെ വാക്കുകളാന്ന് വായിച്ചു തരാം. ക എക്സാമ്പിൾ ആണ് വായിക്കുന്നത്. ക, കലം, കമൽ എക്സാമ്പിൾ തന്നു. താഴത്തത് ഞാ തന്നു. നിങ്ങള് ഇവിടെ ബോക്സിലുള്ള വേർഡ്സ് കണ്ടോ? ഈ ബോക്സിലെ വേർഡ്സ് കണ്ടില്ലേ? ഇതിൽ നിന്ന് എടുത്തെഴുതണം. എഴുതിക്കോ. ലാസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പറയും. ഫസ്റ്റ് വൺ നാ ചേർത്തിട്ട് നാ എന്ന അക്ഷരം ചേർത്ത് 2 വേർഡ്സ് എഴുതണം. ആ ഡാഷ് ഇട്ടെടുത്ത്, ഡാഷിന്റെ മുകളിലല്ല എഴുതേണ്ടത്, ഡാഷിന്റെ താഴെ എഴുതുക. ഇത് ഡാഷില് വരയ്ക്കുക. ഫസ്റ്റ് വൺ എന്താ? ഹന്ന, ഫസ്റ്റ് വൺ നഹർ എഴുതാം, നമൻ എഴുതാം അല്ലേ? നയൻ 3 വേർഡ്സ് ഉണ്ട്, 2 വേർഡ്സ് ഉള്ളി. റൈറ്റ്. നെക്സ്റ്റ് സാ ചേർത്തിട്ട് സടക്ക് എന്ന് എഴുതാം. പിന്നെയോ എഴുതുന്നുണ്ടോ? എല്ലാം ബോക്സിനകത്തുണ്ട്. സരൾ, സടക്ക്, സമയ്, ഒത്തിരി വേർഡ്സ് ഉണ്ട്. നെക്സ്റ്റ് പാ ചേർത്തിട്ട് 2 വേർഡ്സ് എഴുതുക. എല്ലാത്തിനും 3 അക്ഷരങ്ങൾ വേണം. അത് പറഞ്ഞാൽ എന്താ? 3 അക്ഷരവും വാലവും ശബ്ദ. അതാണ് നമ്മള് ഈ പാഠത്തില് 3 അക്ഷരങ്ങൾ ചേർത്ത വാക്കുകളായിരിക്കണം നമ്മൾ. നെക്സ്റ്റ് ബാ ചേർത്ത് 2 വേർഡ്സ് എഴുതുക. ചാ ചേർത്ത് 2 വേർഡ്സ് എഴുതുക. ഗാ ചേർത്തിട്ട് എല്ലാവരും എഴുതിക്കോ. ഓരോ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. വായിപ്പിക്കും. ഇപ്പൊ അതെ നിങ്ങൾ എഴുതിയത് വായിപ്പിക്കും.
Afla, are you finished? Muhammad Afla, no. എന്ത് പറ്റി? എന്താ എഴുതാത്തത്? പ്ലീസ് അൺമ്യൂട്ട്. അടി എടുക്കണോ ഞാന്? അഫ്ല പ്ലീസ് അൺമ്യൂട്ട്. എന്താ എഴുതാത്തത്? എഴുതുന്നുണ്ട്. ആ ഇപ്പൊ മിസ് വിളിച്ചപ്പോഴല്ലേ നീ പെൻസിൽ എടുത്തത്? റൈറ്റ് ഫാസ്റ്റ്. ഓക്കെ, മിസ് ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ചോദിക്കും. ടേക്ക് യുവർ നെക്സ്റ്റ് പേജ്. ചിത്രം കോ ശബ്ദം സെ മിലാവോ. ബാക്കി നമുക്ക് പിന്നെ എഴുതാം. നമ്പർ 6 ചിത്രം കോ ശബ്ദം സെ മിലാവോ. എന്താ? ജോയിൻ ദ പിക്ചേഴ്സ് വിത്ത് വേർഡ്സ്. മാച്ച് ദ ഫോളോയിങ് അല്ലെ? അത് ചെയ്യണം. ഇപ്പൊ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ സടക്ക്. നമുക്ക് ആ വേർഡ്സ് ആദ്യം വായിക്കാം. സടക്ക്. സടക്ക് മീൻസ്, സടക്ക് എന്ന് പറഞ്ഞ എന്താ? എന്താണ്? റോഡ്. റോഡിന് അവിടെ റോഡ് കാണുന്നുണ്ടെങ്കിൽ റോഡിലോട്ട് മാച്ച് ചെയ്യുക. വരച്ചു കൊടുത്തോ. സടക്ക്, റോഡ്. നെക്സ്റ്റ് നഹർ. നഹറിന്റെ പിക്ചർ എന്താ മോളെ അവിടെ കൊടുക്കുന്നത്? അറിയോ? നഹറിന്റെ പിക്ചർ എന്താ? അറിയില്ല. സെക്കൻഡ് വേണം, മിസ് പറഞ്ഞുതരാം. പിക്ചർ തെളിയുന്നില്ല മിസ്സിന്റെ ബുക്കില്. നെക്സ്റ്റ് നോക്കിയേ. നഹർ കണ്ട് കലശ്. സെക്കൻഡ് വൺ അവിടെ വിട്. കലശ്. കലശ് എന്താ? ഏറ്റവും ഫസ്റ്റ് കാണുന്നില്ലേ? കലശം വെക്കുന്ന ഒരു പാത്രത്തിൽ നമ്മള്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കലശ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത് ആ ഒരു പാത്രത്തിനെയാണ് പറയുന്നത്. കലശ്. കലശ് മാച്ച് ചെയ്തോ? ഓക്കെ. ബദൻ. ബദൻ മീൻസ് ആ കുട്ടീനെ നേരെ മാച്ച് ചെയ്തേ. മിസ് പറഞ്ഞുതരാം. ഇപ്പൊ കുട്ടീനെ നേരെ മാച്ച് ചെയ്യൂ. ഭവൻ. ഭവനം, ബിൽഡിംഗ്. അത് ഭവൻ. ഭവനം വീടിനുള്ളത്. അതിന് നേരെ മാച്ച് ചെയ്യുക. ഷഹർ പട്ടണം, ടൗൺ. ഷഹർ എന്ന് പറഞ്ഞാൽ ആ ബസ്സൊക്കെ പോകുന്ന കാണുന്നില്ല, അതാണത് ഷഹർ. നമുക്കന്നപ്പോ ആ രണ്ടാമത്തെ മാത്രം കിട്ടിയില്ല അല്ലെ? ലാസ്റ്റ് നഹർ. മിസ്സിന്റെ ഒരു പഴയ ഒരു ബുക്കാണ്, ഒന്നും തെളിയുന്നില്ല ഇതില്. അപ്പൊ ആ ഒരെണ്ണം മാത്രം നമുക്ക് അവിടെ മാച്ച് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ മാച്ച് ചെയ്താൽ മിസ് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് വാക്യം പൂരേക്കരോ. കംപ്ലീറ്റ് ദ സെന്റൻസ്. എന്താ? വാക്യം പൂരിപ്പിക്കാനാ പറയുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല ആ സെന്റൻസ്. കലം ഡാഷ് എന്നാ പറയുന്നത്. കലം ഡാഷ്. എന്താ? കലം. അവിടെ താഴെ ബ്രാക്കറ്റ് കൊടുത്തുണ്ടോ? ഷഹർ, മഠർ, കർ, മത്ത്, രഘ്, ചൽ. ഇത്രയും വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതണ്ട ഇപ്പോ. ഓക്കെ, അത്രയും മതി ഇന്നത്തെ ക്ലാസ്സില്. All of you take your page number 7. Page number 7.
ഷിഫാന ഫാത്തിമ എന്താ നമ്മള് വായിക്കോ? മിസ്സിനൊന്നും കാണുന്നില്ലല്ലോ ഇവിടുന്ന്. വായിച്ചേ. ചേരുംപടി ചേർക്കുന്നത്. ചേരുംപടി ചേർക്കുക അല്ലെ? ഓക്കെ. ആറാമത്തത് നെഹ്റ്. ഈ രണ്ടാമത്തെ പിക്ചർ എന്താ മോളെ കാണിക്കുന്നത്? എന്താ രണ്ടാമത്തെ പിക്ചർ? മിസ് അത് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. മിസ്സിന്റെ ബുക്ക് കംപ്ലീറ്റ് അല്ല. എന്തോ ഒരു പിക്ചർ ഒന്നും കാണുന്നില്ല ഇതില്. കംപ്ലീറ്റ് അത് ശരിയാക്കി തരാം. നിങ്ങൾ അത് ചെയ്യണ്ട കേട്ടോ. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണ്ട. ജുവൽ മരിയ, Juvel Maria, please show your textbook. Juvel Maria, where is Juvel? Okay. Textbook കാണട്ടെ മോളെ. ആ പേജ് നമ്പർ 10 കാണട്ടെ. 10 ഒന്ന് അടുത്ത് പിടിക്കോ? സ്ക്രീനോട് ചേർത്ത് പിടിച്ചേ. ഓക്കെ. അത് നമുക്ക് ചെയ്തു തരാം. മനസ്സിലാവുന്നില്ല. ഓക്കെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് കേട്ടോ. All of you take your page number 7. ഇങ്ങോട്ട് വായിച്ചു തരാം. ഫസ്റ്റ് മഡർ ഒച്ചത്തിൽ വായിക്കണം. മഡർ, കമൽ, കലം, ഗരം. All of you say mahal, സടക്ക്. ഓക്കെ. ആ ബോക്സിനകത്തുള്ള ഞാൻ ഒരാളെ മാത്രമേ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഒച്ചത്തിൽ വായിക്കണം കേട്ടോ. താഴത്തെ കണ്ടോ? നീച്ചെ ദിയേ ഗയേ ശബ്ദം കോ പഠോ ഔർ യാദ് കരോ. ആ താഴത്തെ ആ ബോക്സിലുള്ള ആ വേർഡ്സ് നന്നായിട്ട് വായിച്ച് പഠിച്ചാലേ നമുക്ക് ബാക്കിലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മിസ് അടുത്ത ദിവസം പുതിയ ബുക്ക് തന്നെ എടുക്കുന്നുണ്ട്. ഇത് പഴയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് മിസ്സിന് കിട്ടിയത്. പഴയ പറഞ്ഞ് 2 വർഷം മുമ്പുള്ളതാന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല ഇതില്. സോറി കേട്ടോ. മിസ് കറക്റ്റ് ചെയ്ത് തരാം. ഇന്ന് തെറ്റിപ്പോഴേ മിസ്സിനോട് ക്ഷമിക്കാട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആ ബോക്സിനകത്തെ വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ചിലപ്പോ മിസ് പറയുന്ന വാക്കുകൾ തെറ്റാണെങ്കിൽ നിങ്ങള് കൈ ഉയർത്തി പറയണം, മിസ് അത് അങ്ങനെയല്ലാന്ന്. ബുക്ക് ചിലപ്പം മിസ്സിൻ്റെത് കറക്റ്റ് ആയിരിക്കില്ല. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് വൺ കലം, മഗർ, സോറി താഴോട്ട് വായിക്കാം. കലം, നഹർ, നരം, സടക്. കണ്ടോ? ഇതിലൊക്കെ കണ്ടോ നിങ്ങള്? കാ ചേർത്ത് വാക്ക് വന്നു, ഞാ ചേർത്ത് 2 വേർഡ്സ് ഇപ്പൊ തന്നെ അവിടെ നമ്മൾ പഠിച്ചു. ചാ ചേർത്ത് വാക്ക് വന്നു. ഇതാണ് നമുക്ക് അവിടെ അഭ്യാസില് ചോദിച്ചത്. നെക്സ്റ്റ് നോക്കിക്കോ. രണ്ടാമത്തെ റോയിൽ എന്തൊക്കെയാ? മഗർ, ചഹർ, കലശ്, മടക്. ഓക്കെ. നെക്സ്റ്റ് തേർഡ് റോയില് ഭവൻ, ബട്ടൺ, സരൾ, നമൻ. കണ്ടോ? അവിടെയും കണ്ടു. ഞാൻ ചേർത്തൊരു വാക്ക് അവിടെയും കിട്ടിയല്ലേ? അതെ. നെക്സ്റ്റ് നയൻ, മടർ, ബദൻ, ചമൻ. നെക്സ്റ്റ് റോയില് ചപൽ, ശരം,
ഭജൻ ഗഗൻ. ആരാ ഇപ്പം ടീച്ചറോട് അൺമ്യൂട്ട് ആയിട്ട് സംസാരിച്ചത്? ആരായിരുന്നു? പേര് പറയാ മോളെ. ആ വെരി ഗുഡ്, ഇപ്ര ഫാത്തിമ. ഗുഡ്. ഇങ്ങനെ എല്ലാവരും ഇവിടുന്ന് വായിച്ചോ? ഓക്കെ, ഗുഡ് ചിൽഡ്രൻ, ഗുഡ്. ഞാൻ ഒരാളെ മാത്രമേ അൺമ്യൂട്ട് ചെയ്തുള്ളൂ. ഗുഡ്. നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചു പോവാം നമുക്ക്. എന്താ? दो तथा तीन अक्षरों के शब्द, 2 and 3 letters words. 2, 3 അക്ഷരങ്ങൾ കൂടിയ വാക്കുകൾ ആണ് പഠിക്കാൻ പോകുന്നത്. അവിടെ വാക്യ ബനാവോ എടുത്തു, വാക്യങ്ങൾ ഉണ്ടാക്കൂ. അടൽ ആ ഒന്ന് വായിക്കോ നിങ്ങൾ അവിടുന്ന് ഒച്ചത്തില്. ലാസ്റ്റ് നമുക്ക് സെന്റൻസ് ഫിൽ ഇൻ ദ സെന്റൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡാഷ് ഇട്ട് തരും നമുക്ക്. എന്നിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അതാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് പറയുന്നത്. നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. വായിച്ചോ അവിടുന്ന്. ഞാൻ 1-2 പേരെ അൺമ്യൂട്ട് ചെയ്യാണ്. ഷിഫാന ഫാത്തിമ, ഫറ ഫാത്തിമ, ഇഫ്ര ഫാത്തിമ. 3 ഫാത്തിമമാരെ ടീച്ചർ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തിനാന്നറിയോ? മിസ് വായിക്കുമ്പോ ഇവിടുന്ന് വായിക്കുമ്പോ നിങ്ങൾ അവിടുന്ന് പച്ചത്തിൽ പറഞ്ഞ മിസ്സിന് കേൾക്കണം. എല്ലാരെയും കൂടി അൺമ്യൂട്ട് ചെയ്താല് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് 3 പേരെ അൺമ്യൂട്ട് ചെയ്യാം. ഇന്ന് അടുത്ത ദിവസം അടുത്ത 3 പേരെ. ഓക്കെ. അടൽ ആ. बस पर चढ़, चल शहर चल, कलम ला, फल रख, कमल कर चल, चगड़ मत्ते, गरम जल कर, ओके, गरम जल कर, कमर कस, सड़क पर चल, चल. ओके. ഇത് റീഡ് 5 ടൈംസ് രാവിലെ എഴുതിയില്ലേ? 5 പ്രാവശ്യം വായിച്ചിട്ട് നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് മ്യൂട്ട് ചെയ്യാം. ഫാത്തിമമാരെ മ്യൂട്ട് ചെയ്യാം കേട്ടോ. കുറെ ഫാത്തിമയുണ്ട് നമ്മുടെ ക്ലാസ്സില്. ഓക്കെ. ഇനി നമുക്ക് മുഹമ്മദ് വീവി, പിന്നെ ആരായിരുന്നു? മുഹമ്മദ് ഷാ. മുഹമ്മദ് വരെ പിടിച്ചാലോ? മുഹമ്മദ് വീവി, മുഹമ്മദ് ഷാ. വേർ ഈസ് ഷാ? ഓക്കെ. ഷഹ്സാദ് ആണോ മുഹമ്മദ്? അതെ. യെസ്, ഷഹ്സാദ്. ഇനി ആരാ മുഹമ്മദ് ഉള്ളത് ഇവിടെ? മുഹമ്മദ് അഫ്ല. അമ്പടാ, അവിടെ ഇരിക്കുന്നുണ്ട് അവൻ. അഫ്ല. ഓക്കെ. ഓക്കെ. സൗണ്ട് ഉണ്ടാക്കരുത്, നിങ്ങൾ വലിയ ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ. എന്താ മോനെ മുഹമ്മദ് അഫ്ല? ഫസ്റ്റ് വൺ. ആ പിക്ചറിന്റെ പേരെന്താ ഹിന്ദിയില്? ഓക്കെ, ഗുഡ്. മുഹമ്മദ് ബീവി, നെക്സ്റ്റ് പിക്ചർ എന്താ? മുഹമ്മദ് ബീവി.
ഓക്കെ മുഹമ്മദ് ബീബി നെക്സ്റ്റ് പിക്ചർ എന്താ? കലം. കലം എന്നല്ല അത്, കലശ്. എന്താ? കലശ്. ചായാണ്. കലം എന്ന് പറഞ്ഞ എന്താ ഹിന്ദിയില്? ആ കലമാണോ അത്? അല്ല, കലം എന്ന് പറഞ്ഞ ഹിന്ദിയിൽ പെൻ. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ്. വേറെ ആരാണ്? ഏത് മുഹമ്മദ് ഞാൻ മിസ് എടുത്തു? നാഫിയാണോ? ഷഹ്സാദ് അല്ലെ? മുഹമ്മദ് ഷഹ്സാദ്. ഓക്കെ ഓക്കെ, ഷഹ്സാദ്. നെക്സ്റ്റ് പിക്ചർ എന്താ മോനെ? നോ നോ, കമൽ ഫസ്റ്റ് ഇതിലുള്ളത്. നെക്സ്റ്റ് നോ നോ, മട്ടർ. ബീൻസ് പഠിച്ചില്ലേ നമ്മള്? ബീൻസ്, മട്ടർ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഏകദേശം തീർന്നു. ഇന്നത്തെ വർക്ക് എന്താ പറഞ്ഞത്? രാവിലത്തെ അതേ ഇത് തന്നെയാണ്, കൂടുതലായിട്ടൊന്നും ഒന്നും എടുത്തില്ല അല്ലെ? കുറച്ച് പേജ് നമ്പർ 9 ചെയ്തുള്ളൂ. പിക്ചേഴ്സ് തന്നു, അതിന്റെ ഹിന്ദി വേർഡ് എഴുതാൻ തന്നു. എന്താ? ആം, ആഗ്, ഊൻ, ഘർ, ബസ്, ഫൽ. പിന്നെ വിട്ടുപോയ അക്ഷരങ്ങൾ ഫില്ല് ചെയ്തു. മഡർ, സടക്ക്, മഹൽ, മഗർ, ഷഹർ, നഹർ. ബാക്കിയുള്ളത് ഹോംവർക്ക് തന്നിട്ടുണ്ട്, ചെയ്യണം കേട്ടോ. 5ാമത്തത് ശബ്ദലീഗോ. അവിടെ ഒരക്ഷരം തന്നിട്ടുണ്ട്, ആ അക്ഷരത്തിന്റെ വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. 2 വേർഡ്സ് വേണം. പേജ് നമ്പർ 10 അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ, എനി ഡൗട്ട് ഫോർ യു അമന്ന? തോടാണോ? പറഞ്ഞുതരാട്ടോ. എന്താ മോനെ? എന്തിന്റെ മോനെ? ഹിന്ദി എന്താ? ഫയറിന്റെ ആഗ്. ആഗ്. ഓക്കെ, എഴുതിയോ? ആഗ്. ഈ അക്ഷരത്തിന്റെ എവിടെയാണ് മക്കളെ? അമന്ന എവിടെ എഴുതുക? അക്ഷരത്തിന്റെ എവിടെ വരെ എത്തി നമ്മള്? അക്ഷരദീപം 2ാമത്തെ പേജ് എഴുതാൻ പറഞ്ഞല്ലേ? 2ാമത്തെ പേജ്. 2ാമത്തെ പേജ് ഫുള്ളായോ നമ്മള്? അത് ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. അക്ഷരദീപത്തില് നിങ്ങള് 3rd പേജിലെ വേർഡ്സ്. അക്ഷരദീപം ഇല്ല, സ്കൂളിൽ ഇല്ല. അപ്പം പഴയത് കിട്ടുമോ നോക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആരാ എനിക്കൊന്ന് വായിച്ചു തരിക അത്? ആ അക്ഷരദീപത്തിലെ 3rd പേജില് 2 വേർഡ്സ് താഴെ വരെ എഴുതണം. പേരൻസ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഒന്നത് വായിച്ചു കേൾപ്പിക്കാൻ. ആരാ ഉള്ളത് അടുത്ത്? അമ്മയുടെ അമ്മയുണ്ട് അടുത്ത്? ഓക്കെ, അമ്മയുടെ ഒന്നത് വായിച്ചു കേൾപ്പിക്കാൻ പറയും. 2 വേർഡ്സ് അക്ഷരദീപത്തിലെ. കാണില്ല മോളെ, കാണിച്ചാല്. സോറി.
പ്ലീസ് അൺമ്യൂട്ട്. അക്ഷരദീപത്തിലെ ഓക്കെ സാറില്ല. അക്ഷരദീപത്തിലെ 2 വേർഡ്സ് അടുത്ത നെക്സ്റ്റ് മറ്റലി യഹ് രഹ് രസ് രസ് ലഹ ലഹ വൻ. വൻ. ഫസ്റ്റ് റോ. കഴിയുന്ന വേർഡ്സ് ഷ കേട്ടോ കുറച്ചായിട്ട് ഷ. ഓക്കെ ഓക്കെ ഓക്കെ. ഷഹ ഷഡ് സമയം ക്ഷമ. അക്ഷരദീപത്തിൽ നമുക്ക് എക്സാമിന് വരുന്നതൊന്നും അല്ലാതെ നമ്മൾക്ക് എഴുതി പ്രാക്ടീസ് ആവാൻ വേണ്ടിയുള്ള കുറെ വേർഡ്സ് പരിചയപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അക്ഷരദീപം. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാവാൻ വേണ്ടിട്ടാ കേട്ടോ. മിസ്സിന് ഇപ്പൊ അത് കാണിച്ചു തരണമെങ്കിൽ ബുക്ക് ഇല്ല കയ്യില്. നിങ്ങൾ അത് നന്നായിട്ട് എഴുതുക. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. നമ്മുടെ ടൈം ഇപ്പൊ തീരാൻ പോവാണ്. ബൈ, സി യു നെക്സ്റ്റ് വെനസ്ഡേ. ബൈ. ഒരു പേജ് ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ അല്ലേ? 9th പേജ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ST ഉണ്ട്, തയ്യാറെടുത്തിട്ട് വരിക. ബൈ.